12 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളും ആനറാഞ്ചി പക്ഷികളും മറ്റും ജീവിച്ച കാലത്ത് അവരുടെ വിഹാരരംഗമായിരുന്നു കസാക്കിസ്ഥാനിലെ ചാരിൻ താഴ്വര. ചാരിൻ നദിയുടെ കുത്തൊഴുക്കിലൂടെ രൂപം കൊണ്ട പ്രകൃതിയുടെ ഈ ശില്പചാതുരി അൽമാട്ടിയിൽ ചൈനയുടെ അതിർത്തിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ ഗ്രാൻഡ് കാന്യനെ ഒറ്റനോട്ടത്തിൽ അനുസ്മരിപ്പിക്കുന്ന, ഇന്ത്യക്കാർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്തെത്താവുന്ന ഈ താഴ്വരയെക്കുറിച്ചാണ് ഈ ലക്കം ജേർണിയിസ്റ്റ്. താഴ്വരകളുടെ രാജ്യമാണ് കസാക്കിസ്ഥാൻ. ഈ രാജ്യത്തിന്റെ ഏത് പ്രവിശ്യയിലെയും കാഴ്ചയാണ് അതിമനോഹരമായ പുൽമേടുകളും അവയ്ക്ക് അതിരിടുന്ന നീലമലകളും. ഒരു രാജ്യം മുഴുവനായും ഇങ്ങനെയൊരു ദൃശ്യഭംഗിയിൽ മൂടിപ്പൊതിച്ചു നിൽക്കുന്നത് കൊണ്ടുതന്നെ ഇതിൽ ഏത് പ്രദേശമാണ് ഏറ്റവും മികച്ചതെന്ന് വിധി പറയാൻ നമുക്ക് കഴിയണമെന്നില്ല. എങ്കിലും അൽമാട്ടിയാണ് പുൽമേടുകളും താഴ്വരകളും കൊണ്ട് കൂടുതൽ അനുഗ്രഹീതമെന്ന് തോന്നും. സഞ്ചാരികളെ ആകർഷിക്കുന്ന സൗകര്യങ്ങൾ കൂടുതലുള്ളതും ഈ നഗരത്തിലാണ്. ഇന്ത്യക്കാർക്ക് 2 ആഴ്ചത്തേക്ക് ഓൺലൈൻ വിസ ലഭിക്കുന്ന കസാക്കിസ്ഥാനിൽ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തിച്ചേരുന്ന നഗരം കൂടിയാണിത്. കോട്ടകളുടെ താഴ്വര എന്ന പേരിൽ ചാരിൻ കാന്യോണിനകത്തുള്ള പ്രകൃതിയുടെ മഹാത്ഭുതമാണ് കസാക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണം. അൽമാട്ടിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ ചൈനയുടെ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ കേന്ദ്രത്തിലേക്ക് സ്വന്തമായി വാഹനം ഏർപ്പാടാക്കിയെങ്കിലേ എത്തിച്ചേരാനാവൂ. അൽമാട്ടിയിൽ നിന്നും കാലത്ത് പുറപ്പെട്ടാൽ താഴ്വരയും അവിടെ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള കോൾസായി തടാകവും കണ്ട് രാത്രിയോടെ നഗരത്തിലേക്ക് തിരിച്ചെത്താനാവും. കോട്ടകളുടെ താഴ്വര അഥവാ വാലി ഓഫ് കാസിൽസ് എന്ന പേരിൽ ഈ പ്രദേശം അറിയപ്പെടാനുണ്ടായ കാരണം അവിടെ എത്തുന്നത് വരെയും നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാസിൽ വാലിയിലേക്കുള്ള ചവിട്ടുപടികളിലേക്ക് നടന്നെടുക്കുമ്പോൾ മുമ്പിൽ വലിയൊരു മല മാത്രമാണ് കാണാനുണ്ടാവുക. പടവുകൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു മലയുടെ മുകളിൽ നിന്നായിരുന്നു ഈ ഇറക്കമെന്ന് തിരിച്ചറിയുന്നത്. ഒരു കോട്ടയും ഈ താഴ്വരയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നല്ല, അവിടെ എത്തിച്ചേരുമ്പോൾ അതുവരെ കണ്ടുകൊണ്ടിരുന്നതിനപ്പുറം എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു താഴ്വര അവിടെ ഉള്ളതായും ഒറ്റനോട്ടത്തിൽ നമുക്ക് അനുഭവപ്പെടുകയില്ല. മരപ്പലകകൾ അടിച്ചുണ്ടാക്കിയ ഈ കോവണിയിലൂടെ ഏകദേശം 250-ലേറെ പടവുകൾ താഴേക്ക് ഇറങ്ങിച്ചെല്ലണം. ഈ ഗോർജ് അഥവാ ഗർത്തമാണ് വാലി ഓഫ് കാസിൽസ്. ഇതിനകത്ത് കൂടെ കാൽനടയായും വാഹനമേറിയും സഞ്ചാരികൾക്ക് അങ്ങേയറ്റം വരെ ചെന്നെത്താനാവും. താഴെ നിന്നും മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഗർത്തത്തിന്റെ ആഴം ശരിക്കും മനസ്സിലാവുക. ചുണ്ണാമ്പ് മലകൾ നിറഞ്ഞ ഈ പ്രദേശത്തു കൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മലവെള്ളം ഒഴുകിയാണ് നാം ഈ കാണുന്ന താഴ്വര രൂപപ്പെട്ടത്. വെള്ളമൊഴുകിപ്പോയതാവാൻ ഇടയുള്ള ആ വഴിയിലൂടെയാണ് ജേർണിയിസ്റ്റിന്റെ ഈ നടത്തം ആരംഭിക്കുന്നത്. കോവണി ഇറങ്ങി ചെല്ലുന്നിടത്ത് നിന്ന് സഞ്ചാരികൾക്ക് വേണ്ടി ഷട്ടിൽ സർവീസ് നടക്കുന്നുണ്ട്. ഇന്ത്യൻ നിരത്തുകളെ ഒരു കാലത്ത് അടക്കി ഭരിച്ച ടെമ്പോ വാനുകളെയാണ് ഒറ്റനോട്ടത്തിൽ ഈ വാഹനങ്ങൾ ഓർമ്മിപ്പിക്കുക. തുറന്നുവെച്ച പുറകുവശത്ത് സഞ്ചാരികൾക്ക് പുറത്തേക്ക് നോക്കിയിരിക്കാവുന്ന രീതിയിലാണ് ഈ വാനിനകത്തെ സീറ്റുകൾ. സമയം ലാഭിക്കാം എന്നല്ലാതെ അതിലൂടെയുള്ള യാത്ര കൊണ്ട് താഴ്വരയെ അടുത്തറിയാനോ അനുഭവിക്കാനോ കഴിയണമെന്നില്ല. ഓരോ വളവിലും ദൃശ്യഭംഗി മാറിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഗിരിശൃംഗങ്ങളെ ഒറ്റനോട്ടത്തിൽ അങ്ങനെ കണ്ട് ഈ വാനിലിരുന്ന് ഓടിപ്പോകുന്നതും അവയെ സമയമെടുത്ത് നോക്കിക്കണ്ടും അതിനോട് ചേർന്ന ചെറിയ വഴികളിലൂടെ സാധ്യമാവുന്നത്ര കയറിയിറങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം നടന്നു പോയെങ്കിലേ അനുഭവിക്കാനാവൂ. 12 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് നാം ഈ കാണുന്ന താഴ്വരയ്ക്ക് പ്രകൃതി രൂപം കൊടുത്തത്. അത്രയും കാലം മുമ്പെന്നോ തുടക്കമിട്ട കൊത്തുപണികൾക്ക് മഞ്ഞും മഴയും വെയിലും കാറ്റും ചേർന്ന് ചെത്തിയെടുത്ത ഗർത്തങ്ങളും കൽത്തൂണുകളുമാണ് ഈ കാണുന്നത്. അതിലൊഴുകിയ ചാരിൻ നദിയാണ് ഈ മായിക ദൃശ്യങ്ങളെ അതിന്റെ പൂർണ്ണതയിലെത്തിച്ചത്. ഈ പ്രദേശത്തിന്റെ നിരപ്പിൽ നിന്നും 300 മീറ്റർ വരെ താഴ്ചയിലുള്ള ചാരിൻ കാന്യൻ ഒറ്റനോട്ടത്തിൽ അമേരിക്കയിലെ അരിസോണയിലുള്ള ഗ്രാൻഡ് കാന്യന്റെ ചെറിയൊരു പതിപ്പായി തോന്നും. മൊത്തം 154 കിലോമീറ്ററാണ് ചാരിൻ താഴ്വരയുടെ ദൈർഘ്യം. നമ്മളീ കടന്നു കയറുന്ന കോട്ടകളുടെ താഴ്വരയെ പോലെയുള്ള വേറെ 5 ചാരിനിലെ ജൈവ വൈവിധ്യത്തിന്റെ കലവറയൊരുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും മനോഹരമാണ് ഈ കാണുന്നത്. മണ്ണിൽ കൊത്തിയെടുത്ത ടെറാക്കോട്ട ശില്പങ്ങളെ പോലെയാണ് ഇവിടെയുള്ള ഗിരിനിരകൾ. ഇത്രയും ഉയരമുള്ള ഈ മലകൾക്കിടയിലൂടെ ഒരു പടുകൂറ്റൻ ഇടനാഴിയെ അനുസ്മരിപ്പിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ മലനിരകളുടെ മുകൾ ഭാഗത്ത് വീശിയടിക്കുന്ന കാറ്റിന്റെ ഹുങ്കാരം നാം അറിയുന്നതേയില്ല. കാറ്റ് മാത്രമല്ല, ഭൂമിയുമായുള്ള എല്ലാ സാങ്കേതികമായ ബന്ധങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങും. മൊബൈൽ സിഗ്നലുകൾ കിട്ടാതെയാവും. പണ്ടുകാലത്തെ കോട്ടകൾക്ക് മുകളിൽ കാണാറുള്ള നെടുങ്കൻ നിരീക്ഷണ ഗോപുരങ്ങളെയാണ് ഈ ചെങ്കുത്തായ താഴ്വരയിലെ ചില പർവ്വത ശിഖരങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്തേക്ക് മറ്റു വഴികളിലൂടെ ഇറങ്ങിവരുന്ന സഞ്ചാരികളെ കാണാനുണ്ട്. താഴെ നിന്ന് നോക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന പൊസിഷനുകളിലാണ് അവർ നിൽക്കുന്നത്.
അങ്ങനെ ഒരിടത്ത് കയറ്റി നിർത്തി ഒരച്ഛൻ തന്റെ കുഞ്ഞുങ്ങളെ ക്യാമറയിൽ പകർത്തുന്നതാണ് ഈ കാണുന്നത്. 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ തന്നെ അതിനകത്തെ ചെറിയ നടപ്പാതകളിലൂടെ നമുക്ക് അകത്തേക്ക് കയറിപ്പോകാനും കഴിയുന്നുണ്ട്. വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാനാവാത്ത ദൃശ്യങ്ങളാണ് ഈ ഇടവഴികളിലൂടെ അകത്തേക്ക് കയറുമ്പോൾ കാൽനട യാത്രക്കാരെ കാത്തുനിൽക്കുന്നത്. ഓറഞ്ചും ചുവപ്പും ചില ഭാഗങ്ങളിൽ നീലയും പർപ്പിൾ കളറുമൊക്കെയായി ഫോട്ടോഗ്രാഫർമാരുടെ സ്വപ്നഭൂമിയാണ് ഓരോ വളവുകൾ പിന്നിടുമ്പോഴും മാറിവരുന്ന ഭൂപ്രകൃതിയുമായി ചാര്യൻ കാനൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. വഴിയിലൊരിടത്ത് 2 പാറകൾക്കിടയിലൂടെയുള്ള ചെറിയൊരു വിടവിലൂടെയാണ് വാനുകൾ ഊളിയിട്ട് കിടക്കുന്നത്. പുറകുഭാഗത്ത് തുറന്നുവെച്ച വാഹനങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ അതീവ ജാഗ്രതയോടെയാണ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത്. കൈയോ തലയോ ഒരൽപ്പം പുറത്തേക്ക് നീട്ടിയാൽ പണി കിട്ടും. മലമുകളിൽ നിന്ന് താഴെ കടർന്നു വീണാണ് ഈ പാറകൾ വഴി തടസ്സപ്പെടുത്തുന്നത്. ചില പോയിന്റുകളിൽ എത്തുമ്പോൾ ചെങ്കുത്തായ മലയുടെ മുകളിൽ നിന്നും ഇപ്പോൾ താഴേക്ക് പതിക്കുമെന്ന് തോന്നിക്കുന്ന മട്ടിൽ പാറകൾ തൂങ്ങി നിൽക്കുന്നത് കാണാം. പക്ഷെ കാൽനട യാത്രക്കാർക്കായി മാർക്ക് ചെയ്ത വഴികൾ പൊതുവെ സുരക്ഷിതമാണ്. ഇഴജന്തുക്കളുടെയും മറ്റും ശല്യം ഈ വഴിയിൽ ഒരിടത്തുമില്ല. പാമ്പുകൾ, തേളുകൾ, കുറുക്കന്മാർ, കഴുകന്മാർ എന്നിങ്ങനെ ഏതാനും ചില ചെറുജീവികൾ ഈ താഴ്വരയിലുണ്ടെങ്കിലും മനുഷ്യരുടെ സഞ്ചാരപഥങ്ങളിലേക്ക് അവർ കടന്നു വരാറില്ല. ഇക്കൂട്ടത്തിൽ വളരെ അപൂർവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരിനമാണ് ഗോൾഡൻ ഈഗിൾ എന്ന സുവർണ കഴുകൻ. ചിറക് വിടർത്തി പറക്കുമ്പോൾ 2.3 മീറ്റർ വരെ വലിപ്പം വരാറുള്ളത് കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കഴുകന്മാരായാണ് ഗോൾഡൻ ഈഗിളുകൾ കണക്കാക്കപ്പെടുന്നത്. ഈ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ അവ ഉയർന്നു പറക്കുന്നത് അങ്ങേയറ്റത്തെ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരാം. വംശനാശം നേരിടുന്ന സേക്കർ ഫാൽക്കനുകളും ഈ താഴ്വരയിലുണ്ട്. അർഗാലി എന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ കാട്ടാടുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ മലനിരകൾ. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു അർഗാലി ആടിന് 150 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും. ഇവയ്ക്കെല്ലാം പുറമെ അപൂർവ ഇനം സസ്യങ്ങളും ഈ മേഖലയിലുണ്ട്. ലോകത്ത് ഇന്നുള്ള ഭക്ഷ്യോഗ്യമായ ആപ്പിളുകളുടെ ആദിമ രൂപമായ മാലുസ് പഴങ്ങൾ ഈ പ്രദേശത്ത് ധാരാളമായി വിളയുന്നുണ്ട്. കസാക്ക് ഭാഷയിൽ ആപ്പിളിനെ വിളിക്കുന്ന അൽമ എന്ന വാക്കിൽ നിന്നാണ് അൽമാട്ടി എന്ന നഗരത്തിന്റെ പേര് തന്നെയും രൂപപ്പെടുന്നത്. താഴ്വരയിൽ സഞ്ചാരികൾക്കായി അനുവദിച്ച അവസാനത്തെ പോയിന്റ് വരെ ഞാനിപ്പോൾ നടന്നെത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നാണ് വാഹനങ്ങൾ തിരികെ പോകുന്നത്. ചെറിയൊരു വിശ്രമ കേന്ദ്രമായി രൂപം മാറിയ ഈ പോയിന്റിൽ ചാര്യൻ നദിയെ അടുത്തു നിന്ന് കാണാൻ സൗകര്യമുണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങി നീന്താൻ ശ്രമിക്കരുത്. നട്ടുച്ച സമയത്ത് പോലും എല്ലുറയുന്ന തണുപ്പും അതിശക്തമായ അടിയൊഴുക്കുമുള്ള ഈ നദിയിൽ സഞ്ചാരികൾ ഇറങ്ങുന്നതിന് കർശനമായ വിലക്കുണ്ട്. ദിനോസറുകളും ആനറാഞ്ചി പക്ഷികളും ഭീമൻ ഉടുമ്പുകളും ജീവിച്ച നവീന ജൈവ കാലഘട്ടത്തിൽ എപ്പോഴോ ആയിരുന്നുവല്ലോ താഴ്വരയുടെ തുടക്കം. അക്കാലത്ത് നടന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും തിയൻഷാൻ മലനിരകളിൽ ഉണ്ടാക്കിയ സ്ഥാനചലനത്തെ തുടർന്നാണ് താഴ്വര രൂപപ്പെട്ടതെന്നാണ് ഭൗമശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെയാണ് താഴ്വരയിലൂടെ ചാര്യൻ നദി ഒഴുകി തുടങ്ങുന്നത്. താരതമ്യേന മൃദുലമായിരുന്ന ഈ മലനിരകളെ തുരന്നായിരുന്നു നദി അതിന്റെ വഴി കണ്ടെത്തിയത്. പിന്നീട് പ്ലിസ്റ്റോസീൻ അഥവാ മഞ്ഞുയുഗത്തിൽ സംഭവിച്ച അതിശക്തമായ ഹിമപാതത്തിൽ സോഗ്ദീൻ ഒഴികെ ഈ മേഖലയിലെ വൃക്ഷങ്ങളും ജന്തുജാലങ്ങളും പൂർണ്ണമായും അപ്രത്യക്ഷമായി. പാറകൾക്കുള്ളിലേക്ക് പോലും വേരുകൾ അഴ്ത്തി വളരാനുള്ള ശേഷിയായിരുന്നു സോഗ്ദീൻ മരങ്ങളെ വേറിട്ട് നിർത്തിയത്. ചരിത്രാതീത കാലത്തിന്റെ തുടർച്ചയൊന്നുമല്ലെങ്കിലും ഒറ്റപ്പെട്ട ഏതാനും സോഗ്ദീൻ മരങ്ങൾ ഈ യാത്ര അവസാനിക്കുന്നിടത്ത് ചാര്യൻ നദിയോട് ചേർന്ന് കാണാനുണ്ട്. ഏറിയാൽ അവയ്ക്ക് 100-150 വർഷങ്ങളുടെ പഴക്കമേയുള്ളൂ. മഞ്ഞുയുഗത്തെ അതിജീവിച്ച് ഇതുപോലെ സോഗ്ദീൻ മരങ്ങൾ മാത്രം ലോകത്ത് ബാക്കിയായ മറ്റൊരു പ്രദേശമാണ് അരിസോണയിലെ ഗ്രാൻഡ് കാന്യൻ. ചാര്യൻ താഴ്വരയേക്കാളേറെ ഈ മരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടം കാണാനെത്തുന്നവരും ധാരാളമുണ്ട്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.